ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ GLP-1 പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ശൈലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്കിന്റെ ബിസിനസ് അനാലിസിസ് ചെയ്യാമെന്ന്. നമുക്ക് അവരുടെ Q2 റിസൾട്ട് നോക്കാം, അതേപോലെ ബിസിനസ് അനാലിസിസും ചെയ്യാം. അതേപോലെ GLP-1 എന്ന് പറയുന്ന ഡ്രഗ് വരുന്ന സമയത്ത് ഇവർക്ക് ആ GLP-1 നിന്ന് നല്ല റവന്യൂവും അതേപോലെ പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. ശൈലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അവർ മെയിനായിട്ട് 3 പ്രൊഡക്റ്റ് ലൈനാണ് അവർക്കുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ, 2 കൺസ്യൂമർ, 3 ഇൻഡസ്ട്രിയൽ. ഇവർ പ്ലാസ്റ്റിക് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹെൽത്ത് കെയറിൽ ഇവർ ഡ്രഗ് ഡെലിവറി ഡിവൈസസ് ആണ് ഇവരുണ്ടാക്കുന്നത്. ഇഞ്ചക്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന സിറിഞ്ചുകളും കാര്യങ്ങളൊക്കെയാണ് ഇവർ മെയിനായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫാർമ പാക്കിങ്ങിനുള്ള പ്രൊഡക്റ്റുകളാണ് ഇവരുണ്ടാക്കുന്നത്. അതേപോലെ ഇൻഡസ്ട്രിയിൽ എന്ന് പറയുന്നത് ഓട്ടോമോട്ടീവ് പ്രൊഡക്റ്റുകൾ, അതായത് നമ്മുടെ കാറിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ കൺസ്യൂമറിൽ വരുന്നതെന്ന് വെച്ചാൽ ഇവർ IKEAക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് ഇവരുടെ മെയിൻ ഒരു കസ്റ്റമറാണ് IKEA എന്ന് പറയുന്നത്. ഹോം ഫർണിച്ചറിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടോയ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെയാണ് ഇവരുടെ കൺസ്യൂമർ ഡിവിഷനിൽ നിന്ന് വരുന്നത്. കമ്പനിക്ക് മൊത്തത്തിൽ 7 മാനുഫാക്ചറിംഗ് യൂണിറ്റുകളാണുള്ളത്. 7 ഗുജറാത്തിലാണുള്ളത്. റാണിയയിലും അതേപോലെ ഹലോലിലുമായിട്ടാണ് ഇവരുടെ മൊത്തം മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ വരുന്നത്. റാണിയയിലുള്ള പ്ലാന്റിൽ ഇവർ മെയിനായിട്ട് എക്സ്പോർട്ടിനുള്ള പ്രൊഡക്റ്റുകളാണ് അവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. ഹലോലിലുള്ള മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസിൽ നിന്നാണ് ഇവർ ടോയ്സും അതേപോലെ തന്നെ ഓട്ടോമോട്ടീവ് പ്രൊഡക്റ്റുകളും അതേപോലെ ഇവർ കാർബൺ സ്റ്റീൽ പ്രൊഡക്റ്റുകളും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഹലോലിലുള്ള മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയിൽ നിന്നാണ് വരുന്നത്. കമ്പനിക്ക് 200-ലധികം ഇഞ്ചക്ഷൻ മോഡ്യൂളിംഗ് മെഷീൻസ് ഉണ്ട് കമ്പനിയുടെ കയ്യിൽ. കമ്പനിയുടെ മൊത്തമുള്ള കപ്പാസിറ്റിയുടെ ഏകദേശം മിഷനറീസിന്റെ 48% ആണ് ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതായത് 50% പോലും ഇപ്പോൾ അവരുടെ മൊത്തത്തിലുള്ള മിഷനറീസിന്റെ യൂട്ടിലൈസേഷൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ഉണ്ട് ഇപ്പോൾ ഓൾറെഡി ഉള്ള ഫെസിലിറ്റിയിൽ തന്നെ. അതേപോലെ അവരുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി നോക്കിയാൽ ഏകദേശം 0.3 ഉള്ളൂ. അവർ കടം ഒരുപാട് കുറച്ചിട്ടുണ്ട് കമ്പനി. അതേപോലെ ROE എന്ന് പറയുന്നത് 32.7 ആണ്. അതായത് ഓൾമോസ്റ്റ് 33% ഉള്ളതുകൊണ്ട് കമ്പനിയുടെ ROE എന്ന് പറഞ്ഞാൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ROE ഇംപ്രൂവ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ROE ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന ഒരു ലക്ഷണമാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. പിന്നെ കമ്പനി മൊത്തത്തിൽ അവരുടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ 70% റവന്യൂ എക്സ്പോർട്ട് ചെയ്യുന്നതാണ്, 30% ആണ് ഡൊമസ്റ്റിക്കിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ ഈ Q2 റിസൾട്ട് നമ്മൾ നോക്കിയാൽ റവന്യൂവിൽ ഏകദേശം 34% ആണ് റവന്യൂ കൂടിയിരിക്കുന്നത്, ഗ്രോത്ത് വന്നിരിക്കുന്നത്. അതേപോലെ പാറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 134% അവരുടെ പാറ്റ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. പാറ്റ് മാർജിൻ ഏകദേശം 20% കമ്പനിക്ക് കിട്ടുന്നുണ്ട്. കമ്പനിയുടെ കൺസ്യൂമർ സെഗ്മെന്റ് നോക്കിയാൽ ഏകദേശം 3% റവന്യൂ ഡീ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ ഹെൽത്ത് കെയർ സെക്ടർ നോക്കിയാൽ 163% ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹയസ്റ്റ് ഗ്രോത്ത് കിട്ടുന്ന ഹെൽത്ത് കെയറിലാണ്. 163% Q2 മാത്രം വന്ന ഗ്രോത്ത്. അതേപോലെ ഇൻഡസ്ട്രിയൽ സെഗ്മെന്റ് നോക്കിയാൽ ഏകദേശം 45% അവരുടെ ഗ്രോത്ത് കാണിക്കുന്നത്. അപ്പോൾ മൊത്തം ആവറേജ് എന്ന് പറയുന്നത് 34% ആണെങ്കിലും അവരുടെ ഹെൽത്ത് കെയറിൽ 163% ഗ്രോത്തും അതേപോലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് അവർക്ക് ബിസിനസ്സിൽ നിന്ന് വരുന്നത് 45% ഗ്രോത്തുമാണ്. അപ്പോൾ അവരുടെ കൺസ്യൂമർ സെഗ്മെന്റ് ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ വന്നുകൊണ്ടിരുന്നത്. അവിടെ 3% ഡീ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ ടോട്ടൽ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് 34-ൽ എത്തിയിരിക്കുന്നത്. കമ്പനിയുടെ പ്രൊഡക്റ്റ് മിക്സ് ആക്ച്വലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലും ഈ ഹെൽത്ത് കെയർ പ്രൊഡക്റ്റിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടുതൽ റവന്യൂ അവർക്ക് ഹൈ ഗ്രോത്ത് കിട്ടുന്നത് ഈ പറയുന്ന പോലെ ഹെൽത്ത് കെയറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഹെൽത്ത് കെയറിന്റെ റവന്യൂ കോൺട്രിബ്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ക്വാർട്ടർ കഴിയുന്നതോറും. ഈ Q2 കമ്പനി ഏകദേശം 19 പുതിയ മെഷീനറീസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ പുതിയൊരു പ്രൊഡക്റ്റ് അവർ മാർക്കറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് ശൈലി ആക്സിയം മാക്സ് എന്നാണ്. ഈ പറഞ്ഞ ശൈലി ആക്സിയം മാക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്ന GLP-1 കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്. GLP-1 പറ്റി നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. കാണാത്തവർക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാം. GLP-1 മെഡിസിൻ 2 രീതിയിൽ ആൾക്കാർക്ക് എടുക്കാൻ പറ്റും. ഒന്ന് ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും, അതല്ലാതെ ഗുളിക കഴിക്കാനായിട്ട് പറ്റും. ഇഞ്ചക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അബ്സോർവ് ചെയ്യുന്ന മെഡിസിന്റെ 10-1 പോലും നമ്മൾ ഡ്രഗ് ആയിട്ട് കഴിച്ചാൽ, അത് ഗുളികയായിട്ട് കഴിച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് അബ്സോർവ് ചെയ്യില്ലെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻ ആയിരിക്കും കൂടുതൽ ഡിമാൻഡ് വരാനും അതാണ് കൂടുതലായിട്ട് ആൾക്കാർക്ക് റിസൾട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻ ആയിരിക്കും കൂടുതലായിട്ട് ആളുകൾ പ്രിഫർ ചെയ്യാൻ സാധ്യത. ആ സമയത്ത് ശൈലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ആക്സിയം മാക്സ് എന്ന് പറഞ്ഞാൽ ശൈലിയുടെ ആക്സിയം മാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ഡോസ് പെന്നാണ്. അതായത് ഇഞ്ചക്ഷൻസ് എല്ലാം ഫിക്സഡ് ഡോസുകളാണ്. അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് അണ്ടർ ഡോസ് ആയി പോകാനും ഓവർ ഡോസ് ആയി പോകാനുള്ള സാധ്യത വളരെ കുറയുമെന്നാണ് അവർ പറയുന്നത്. കൃത്യമായിട്ട് അതേപോലെ തന്നെ ഈ ആക്സിയം മാക്സിൽ എത്ര തവണ നമ്മൾ ഇഞ്ചക്ട് ചെയ്തു, എത്ര ഡോസ് നമ്മൾ എടുത്തു എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് പറ്റും, അക്കൗണ്ട് എടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ പുതിയത് ഓർഡർ ചെയ്യേണ്ട സമയമാകുമ്പോഴത്തേന് അതും നമുക്ക് അതിനകത്ത് വാണിംഗ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ ആക്സിയം മാക്സിന് ഇവർക്ക് പേറ്റന്റും ഉണ്ട്. അതായത് ഇതിനകത്ത് കൗണ്ട് എത്ര ഡോസ് എടുത്തു എന്നുള്ള കൗണ്ട് എടുക്കുന്നതിനകത്ത് ഇവർ ഓൾറെഡി ഇവർക്ക് പേറ്റന്റും ഉണ്ട്. അപ്പോൾ ഇവരുടെ പുതിയ പ്രൊഡക്റ്റിലുള്ള ബെനിഫിറ്റ്സ് ആണ് ഇതെല്ലാം. ഗ്ലോബലി GLP-1 ഡീൽ ചെയ്യുന്ന മിക്കവാറും പ്ലേയേഴ്സുമായിട്ടെല്ലാം ഇവർക്ക് ടൈപ്പ് എത്തിയിട്ടുണ്ട്. അതേപോലെ ഈ ക്വാർട്ടറിൽ തന്നെ ഇവർ പുതിയ 4 പ്രൊജക്ടുകളിലൂടെ സൈൻ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഏകദേശം 24 കമ്പനികളുമായിട്ട് ഇവർ ഓൾറെഡി എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് GLP-1 സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇവരുടെ ഈ പറഞ്ഞ മൊഡ്യൂളുകളിലായിരിക്കും GLP-1 ഇഞ്ചക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിയാൽ വേൾഡ് വൈഡ് ഇവർ എക്സ്പോർട്ടാണ് ഇവരുടെ 70%. അതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് ഇവർക്ക് വലിയൊരു മാർക്കറ്റാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കിട്ടാൻ പോകുന്നത്. ഈ മാർച്ചോട് കൂടിയിട്ട് GLP-1 പേറ്റന്റ് മാറുകയും അപ്പോൾ അത്രയും വലിയ മാർക്കറ്റ്, ഇന്ത്യ അടക്കമുള്ള ബ്രസീൽ അടക്കമുള്ള സ്ഥലങ്ങൾ ഓപ്പൺ ആവുന്നതോടുകൂടിയിട്ട് അത്രയും വലിയ മാർക്കറ്റാണ് ഇവരുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 30-40% മുകളിൽ വരുന്ന കുറെ വർഷങ്ങൾ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് ഹെൽത്ത് കെയർ സെക്ടറിലാണ് പറയുന്നത്, മൊത്തം ബിസിനസിന്റെ കാര്യമല്ല. ഹെൽത്ത് കെയർ സെക്ടർ 30-40% മുകളിൽ വരുന്ന കുറെ നാൾ, കുറച്ച് ഫ്യൂ ഇയേഴ്സ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറെ വർഷങ്ങൾ അവർ ആ ഒരു രീതിയിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്.
ഓൾറെഡി കമ്പനിക്ക് ഇവർക്ക് അത്ര വലിയ കോമ്പറ്റീഷൻസ് ഗ്ലോബലി തന്നെ വരുന്നില്ല ഈ ഒരു സെക്ടറിൽ അല്ലെങ്കിൽ ഈ സെഗ്മെന്റിൽ. അതുകൊണ്ട് തന്നെ ഈ 3-4 വർഷത്തിന് അവർക്ക് ഈ ഒരു ഗ്രോത്ത് വരാമെന്നാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 38% ആണ് അവരുടെ റവന്യൂവിൽ ഹെൽത്ത് കെയറിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിപ്പോൾ ഓരോ ക്വാർട്ടറിൽ ഇപ്പോൾ ഈ ക്വാർട്ടറിൽ 161% ഹെൽത്ത് കെയർ സെക്ടർ ഗ്രോ ചെയ്തത്. അപ്പോൾ ഈ രീതിയിൽ ഗ്രോത്ത് വന്നാൽ ഹെൽത്ത് കെയറിന്റെ റവന്യൂ കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് ആവും. ഈ ഹെൽത്ത് കെയർ സെക്ടറിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകൾക്ക് മാർജിൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ എബിറ്റ മാർജിനും പാറ്റ് മാർജിനും പ്രോഫിറ്റ് മാർജിനും കൂടും. അതായത് ഇപ്പം എത്ര റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് അതിന്റെ 20% ആണ് ഇപ്പോൾ പാറ്റായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഇവർക്ക് ഈ ഹെൽത്ത് കെയർ സെക്ടറിൽ നിന്നുള്ള റവന്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ മാർജിൻസ് ഇംപ്രൂവ് ആവുകയും അപ്പോൾ ഇവർ ഗ്രോത്ത് ഏകദേശം 30-40% ഈ ഹെൽത്ത് കെയർ സെക്ടറിൽ നിന്ന് വരുന്ന സമയത്ത് ഇവർക്ക് ടോട്ടലി വരുന്ന പ്രോഫിറ്റിന്റെ മാർജിൻ കൂടുന്നതുകൊണ്ട് തന്നെ പ്രോഫിറ്റിന്റെ റവന്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് വരുന്നത് കൂടാനുള്ള സാധ്യതയാണ് ഇതിൽ വരുന്നത്. അതായത് മാർജിൻസ് ഇംപ്രൂവ് ആവും. അതാണ് മാർജിൻസ് ഇംപ്രൂവ് ആകുമ്പോൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ GLP-1 തന്നെ സംസാരിച്ചില്ല. കാനഡയിൽ ഈ പറഞ്ഞ പേറ്റന്റിന്റെ ഇഷ്യൂസ് എല്ലാം മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ കാനഡയിൽ ഇപ്പം അവിടെ മെയിൻ ആയിട്ടുള്ള പ്ലേയേഴ്സിൽ ഏകദേശം 5-6 പ്ലേയേഴ്സ് ഉള്ളതിൽ 50-60% പ്ലേയേഴ്സുമായിട്ട് ഇവർ ടൈപ്പിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവരെല്ലാം യൂസ് ചെയ്യുന്ന ഇവരുടെ പ്രൊഡക്റ്റുകളാണ് GLP-1 ഇഞ്ചക്ഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്വാർട്ടറിൽ ഇവരുടെ റിസൾട്ടിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഗ്രോത്ത് ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നോക്കി അറിയാം കമ്പനിയുടെ ബിസിനസ്സിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഏകദേശം 125 കോടിയോളമാണ് ക്യാപെക്സിലേക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പുതിയ 2 ബിസിനസ്സിലേക്കൂടെ കമ്പനി കടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന് സെമി കണ്ടക്ടറും പിന്നെ കൺസ്യൂമർ ഇലക്ട്രോണിക്സും ആണ്. ഈ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രൊഡക്റ്റാണ് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാൽ ഈ Q4 തൊട്ടിട്ട് അതിന്റെ പ്രൊഡക്റ്റുകൾ വരാൻ തുടങ്ങുന്നു. പക്ഷെ അത് റവന്യൂവിൽ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. അത് ഏകദേശം 2028 FY28 ആവും നല്ല രീതിയിലുള്ള റവന്യൂ കോൺട്രിബ്യൂഷൻ ആ ഒരു സൈഡിൽ നിന്ന് വരാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ സെമി കണ്ടക്ടറിന്റെ കാര്യം പറയുമ്പോൾ അവർ ആ ബിസിനസ്സും എന്താണ് അവർ കൃത്യമായിട്ട് ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന്റെയും 2028-29 സമയത്ത് റവന്യൂലേക്ക് നല്ലൊരു കോൺട്രിബ്യൂഷൻ വരുള്ളൂ എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ആ ഒരു സെക്ടറിലേക്ക് കൂടുതലായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ഗ്രോത്ത് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. കൺസ്യൂമറിൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി 3% അവർക്ക് ഡി ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. പിന്നെ 45% ഇൻഡസ്ട്രിയലിൽ ഗ്രോത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഹെൽത്ത് കെയറിൽ ഈ ഗ്രോത്ത് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല റവന്യൂ കോൺട്രിബ്യൂഷൻ അതിന് കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഹെൽത്ത് കെയറിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ്. GLP-1 ഡ്രഗിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇഞ്ചക്ഷൻ ആണ് കൂടുതൽ സാധ്യത. അതായത് മറ്റേതിന് 10-1% പോലും ഉള്ളൂ അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലും താഴെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻസ് കൂടുതൽ വരാനും അപ്പോൾ തന്നെ ഇവരുടെ മാക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് ഇവർക്ക് മാർജിനും കൂടുതലാണ്. ഇവർക്ക് പേറ്റന്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിൽ നിന്ന് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ടും അതിൽ നിന്ന് നല്ല മാർജിൻസ് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളത് കൃത്യമായിട്ട് അതാണ് കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടത്. അടുത്ത റിസൾട്ടുകൾ വരുന്ന സമയത്ത് മാനേജ്മെന്റ് സംസാരിക്കുമ്പോഴും നമുക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നാണ് കൃത്യമായിട്ട് അറിയേണ്ടത്. ചൈനയാണ് ഇവർക്കുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ത്രെട്ട് എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ ഇതിന് മാനുഫാക്ചറിങ് അങ്ങനെ ആ രീതിയിൽ ഗ്ലോബലി അങ്ങനെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എക്സ്പോർട്ടും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് വരാൻ തുടങ്ങിയിട്ടില്ല. അവിടെ അത്രയും വലിയ പ്ലേയേഴ്സും ഇല്ല. പക്ഷേ എപ്പോഴാണെങ്കിലും ചൈനയിൽ നിന്നുള്ള കമ്പനികൾക്ക് ഇത് വേണമെങ്കിൽ ഇതിലേക്ക് കടക്കാവുന്നുള്ളൂ. പക്ഷേ നല്ല ക്യാപെക്സ് ആവശ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ വലിയ ഫാക്ടറികളും അത്രയും വലിയ രീതിയിലുള്ള എക്സ്പാൻഷനും അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കമ്പനി ഓൾറെഡി എക്സ്പാൻഷനിൽ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവരുടെ മാനുഫാക്ചറിങ് അങ്ങനത്തെ കാര്യങ്ങളും കപ്പാസിറ്റി എല്ലാം കൂട്ടാനായിട്ട് ട്രൈ ചെയ്യുന്നത്. കാരണം പുതിയൊരു കമ്പനി വന്നാൽ അവർക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ഇവർ ആ രീതിയിൽ വലുപ്പം വെച്ച് കഴിഞ്ഞാൽ ഇവരെ ബീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതും വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ചൈനയിൽ നിന്നുള്ള പുതിയ പ്ലേയേഴ്സ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇവരുടെ സെയിൽസ് കുറയോ മാർജിൻസ് കുറയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പയ്യെ മനസ്സിലാക്കാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ വേറെ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവരെ തന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്താനായിട്ട് മതി. നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഇവരെ തന്നെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ബിസിനസിനെ പറ്റി പറയാനായിട്ടുള്ളത്. GLP-1 പേറ്റന്റ് മാറുന്ന സമയത്ത് അവരുടെ ബിസിനസ്സിൽ ഏത് രീതിയിലാണ് ഹെൽത്ത് സെക്ടറിൽ ഗ്രോത്ത് വരുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടത്. ഇനി അവരുടെ വാലുവേഷനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അവരുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 35% ആണ്. സോ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇയർ ഫുള്ള് കഴിയുമ്പോൾ അവർക്ക് ഏകദേശം 1060 കോടി രൂപയോളം റവന്യൂ വരാനാണ് സാധ്യത. അതിലൊരു 20% നമ്മൾ പാറ്റ് മാർജിൻ ഇട്ടാൽ അവർക്ക് ഹെൽത്ത് കെയർ സെക്ടറിൽ ഇംപ്രൂവ് ആവുമെന്നാണ് അവർ പറയുന്നത്. എന്നാലും നമ്മൾ 20% എടുക്കുകയാണ്. 20% എടുത്താൽ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 212 കോടി വരാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ ഇന്നത്തെ മാർക്കറ്റ് ക്യാപ്പിൽ അവരുടെ ഫോർവേഡ് പി എന്ന് പറഞ്ഞാൽ ഏകദേശം 53 വരുന്നത്. കറന്റ് പി എന്ന് പറഞ്ഞാൽ ഏകദേശം 77 കമ്പനിക്കുള്ളത്. അപ്പോൾ 53 പിയിൽ ഏകദേശം 35% ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നോക്കിയാൽ അവരുടെ പെഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 അടുത്ത് വരും. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന ഒരു കമ്പനിയാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഓവർ എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചാലും അല്ല, ഹൈ ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയാണ്. ഈ 35% മുകളിൽ ഇവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്ക് നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇപ്പോൾ ഓൾറെഡി ഇവർക്ക് 134% ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ പാറ്റ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. ഈ രീതിയിൽ അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോർവേഡ് പി 53 എന്ന് പറയുന്ന ഒരു വലിയൊരു വാല്യൂവേഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. എന്തായാലും നമുക്കിത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത ക്വാർട്ടറിന്റെ റിസൾട്ട് ഉടനെ തന്നെ വരും. ആ സമയത്ത് നമുക്ക് കമ്പനിയുടെ റിസൾട്ടിനെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കാം. എന്തായാലും ഈ ഒരു സെക്ടർ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങളും കൃത്യമായിട്ട് കമ്പനി കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ടും ട്രൈ ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.